ട്രാവലേഴ്സ് ഹോളിഡേയ്സിന്റെ ലെറ്റ്സ് ഗോ തായ്ലൻഡ് എന്ന ട്രാവൽ സീരീസിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന തായ്ലൻഡിലെ പട്ടായയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയ 4 ദിവസത്തെ ഗ്രൂപ്പ് ടൂർ പാക്കേജിന്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. നിങ്ങളിൽ ആർക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പോയി വരാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ് തായ്ലൻഡ്. കൂടുതൽ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ തായ്ലൻഡ് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്, അങ്കമാലി എത്തി. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി. നമ്മുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്നത് 11 മണിക്കാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന്. അപ്പോൾ 8 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം 6:45 നമുക്ക് സമയമുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ആശീർവാദമാണ് വണ്ടി ഓടിക്കുന്നത്, ആശീർവാദം ഉണ്ട്. പിന്നെ നമ്മുടെ ഒപ്പം 2 കപ്പിൾസും കൂടി ഉണ്ട്. അവരവിടെ ചെല്ലുമ്പോൾ പരിചയപ്പെടുത്തി തരാം. കൊച്ചിയിൽ അത്യാവശ്യം മഴയാണ്. നമ്മളിത് എയർപോർട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. മഴയത്തും ആ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ഭംഗി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ അത്യാവശ്യം റഷ് ഉണ്ട്. എയർ ഏഷ്യയുടെ ചെക്ക് ഇൻ കൗണ്ടറുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഇനി ബോർഡിങ്ങിന് പോവാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ എയർപോർട്ടിലത്തെ വിശേഷങ്ങളൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. നമുക്ക് നേരെ തായ്ലൻഡിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് എയർ ഏഷ്യയുടെ നമ്മുടെ ഫ്ലൈറ്റ്. ഓൾമോസ്റ്റ് ഫുള്ളാണ്. എല്ലാവരും തായ്ലൻഡിലേക്ക് പോകാനുള്ള ആൾക്കാർ തന്നെയാണ് ഇതിലുള്ളത്. ഡയറക്റ്റ് ബാങ്കോക്ക് ഫ്ലൈറ്റാണ്. നമ്മുടെ എയർപോർട്ടിൻ്റെ രാത്രിയിലത്തെ ഒരു കാഴ്ചകൾ നോക്കി ഒരു രക്ഷയില്ല. ആ വ്യൂ ഒക്കെ നമ്മളിപ്പോൾ റൺവേയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇതിപ്പോൾ നമുക്ക് വിമാനത്തിലിരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു വ്യൂ കിട്ടുള്ളൂ. എയർപോർട്ടിൻ്റെ നമ്മൾ ഫ്രണ്ട് വ്യൂ കാണുന്നുണ്ടെങ്കിലും റൺവേയുടെ സൈഡിൽ നിന്നുള്ള ഈ ഒരു വ്യൂ നമുക്ക് യാത്ര പോകുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനൽ ഇപ്പുറത്ത് കാണാം. അപ്പുറത്ത് കാണുന്ന വലുതാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. അപ്പോൾ നമ്മുടെ വിമാനം റൺവേയിൽ കയറി ടേക്ക് ഓഫിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ടൈം ഞാൻ വിമാനത്തിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമായിരുന്നു ടേക്ക് ഓഫ് സമയത്തുള്ള ഒരു വിമാനത്തിൻ്റെ സ്പീഡ്. അപ്പോൾ ഇതുവരെ വിമാനത്തിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ തുള്ളികളുടെ ആ ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ടേക്ക് ഓഫ് ടൈമിൽ വിമാനം എന്ത് ഫാസ്റ്റായിട്ടാണ് പോകുകയെന്നുള്ളത്. സീറ്റിലേക്ക് നമ്മൾ അമർന്ന് പോകും പിന്നിലേക്ക്. അത്രയൊരു സ്പീഡിലാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുക. കാരണം ആ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഫ്ലൈറ്റിന് പൊങ്ങി പോകാൻ പറ്റുള്ളൂ മുകളിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ നൈസായിട്ട് ഇന്ത്യയോട് വിട പറഞ്ഞ് തായ്ലൻഡ് എന്ന രാജ്യത്തിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മളെന്താ ഓർഡർ ചെയ്യണത്? നമ്മൾ പഴംപൊരി മുട്ടി. ഓ മൈ ഗോഡ്. രാത്രിയുള്ള ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ഒന്ന് ഉറങ്ങിപ്പോയി ഫ്ലൈറ്റിൽ. ഒരു 4 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ബാങ്കോക്ക് നഗരത്തിൻ്റെ മുകളിലൂടെ എത്തിയിരിക്കുകയാണ്. ബാങ്കോക്കാണ് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ, ബാങ്കോക്ക് സിറ്റി. ഇവിടെ 2 എയർപോർട്ടാണ് ഉള്ളത്. ഒന്ന് DMK എയർപോർട്ട്, അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്ന് സുവർണഭൂമി എയർപോർട്ട്. അവിടേക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് കൂടുതലും വരുന്നത് DMK എയർപോർട്ടിലേക്കാണ്. ഡയറക്റ്റ് ഫ്ലൈറ്റാണ് കൊച്ചിയിൽ നിന്ന്. 4 മണിക്കൂർ കൊണ്ട് ബാങ്കോക്ക് എത്തിച്ചേരും. അപ്പോൾ അവിടുത്തെ റോഡുകളും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സമയം ഏകദേശം പുലർച്ചെ 3:30-4 മണിയാണ്. എന്നിട്ടും അവിടുത്തെ ഒരു റഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം റോട്ടിൽ. ഫുൾ ടൈം ലൈവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റിയാണ് തായ്ലൻഡിൽ, പട്ടായ ആയാലും ബാങ്കോക്ക് ആയാലും. അപ്പോൾ ആ ഒരു രാത്രി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം DMK എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് DMK എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല വലിയൊരു എയർപോർട്ടാണ്. ഒരുപാട് വിമാനങ്ങളും അതുപോലെ ഒരുപാട് ടെർമിനൽസും നമുക്ക് കാണാം. ഏകദേശം 10-12 ടെർമിനൽസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു എയർപോർട്ട് തന്നെയാണ്. വലിയൊരു റൺവേ, അതുപോലെ ഒരുപാട് വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, കുറേ എയറോ ബ്രിഡ്ജുകൾ കാണാം. വളരെ വലിയൊരു വിമാനത്താവളം തന്നെയാണ്. നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പുലർച്ചെയാണ് സമയം. ചെറിയൊരു മഞ്ഞ് പോലെയൊക്കെ മൂടി നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ.
ഈ വിമാനം ടെർമിനലിൽ നിന്ന് കുറച്ച് ദൂരെ നിർത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് വേണം ടെർമിനലിലേക്ക് പോകാൻ. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ ഒരു വ്യൂ ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്, എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്. ഒരു വിമാനം വന്നിറങ്ങണ വ്യൂവും അതിൻ്റെ ഒപ്പം ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യൂവും അതൊരു നല്ല ഷോട്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ ബസ്സിൽ വന്ന് ടെർമിനലിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ അറൈവൽസിൽ എത്തി നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് വിസ പ്രോസസ്സാണുള്ളത്. തായ്ലൻഡിൽ മെയ് 10 വരെ വിസ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പോയത് സെപ്റ്റംബർ ലാസ്റ്റ് ടൈമിലാണ്. ആ ടൈമിൽ വിസ വേണമായിരുന്നു ഇന്ത്യക്കാർക്ക്. അപ്പോൾ നമ്മൾ വിസയുടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവിടെ 2200 തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിസ കിട്ടും എക്സ്പ്രസ് കൗണ്ടറിൽ. നോർമൽ കൗണ്ടറാണെങ്കിൽ 2000 തായ് ബാത്താണ്. അപ്പോൾ വിസ പ്രോസസ്സൊക്കെ എളുപ്പമാണ്. ഓൺ അറൈവൽ വിസയാണ് തായ്ലൻഡിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇമിഗ്രേഷനും വിസ ഓൺ അറൈവൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഗേറ്റിൽ തന്നെ നമ്മുടെ പേരും വെച്ചിട്ട് നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങി നമ്മളത് വണ്ടിക്കാരൻ വന്ന് പിക്ക് ചെയ്തു. നേരെ നമ്മൾ അവിടെ നിന്ന് പട്ടായ പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടായയിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് പട്ടായ 4 days ആണ് നമ്മുടെ കറക്കം വരുന്നത്. തായ്ലൻഡ് ഫസ്റ്റ് ഡേ നമ്മൾ ഇത് ഹോട്ടലിൽ നിന്ന് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയേക്കാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അപ്പോൾ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇന്ന് ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോകും. ഭയങ്കര വെയിലാണ് ഇവിടെ. ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ക്ലൈമറ്റ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. വേർത്ത് തുടങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും. ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഞാനും ആശീർവാദും അതുപോലെ 2 കപ്പിൾസാണ്. നാദിലിൻ്റെ വൈഫ് മീര, അതുപോലെ സനലിൻ്റെ വൈഫ് മിഷേൽ. അവരൊരു ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പട്ടായ നഗരത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. സ്കൈ ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പട്ടായ ടൈഗർ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ ടൈഗേഴ്സിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനും ടൈഗേഴ്സിനെ അത്ര അടുത്ത് കാണാനൊക്കെ പറ്റും. ഇവിടുത്തെ ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് ടൈഗറിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കൽ എന്നൊക്കെ. അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗേഴ്സും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഒരു പേടിയും പിടിക്കാതെ നമുക്ക് ധൈര്യമായിട്ട് പോയി ഫോട്ടോസ് എടുക്കാം. എല്ലാവരും ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോയിട്ടിരിക്കുകയാണ്. ടൈഗർ പാർക്ക് പട്ടായ. പുലി പിടിക്കില്ല എന്നുള്ളത് കുറച്ച് നേരത്തെ ഞങ്ങൾ 2 പേരും ബ്ലാക്ക് പാന്തറായിട്ട് ഇറങ്ങിയൊക്കെയാണ് പുലിയുടെ ഒപ്പം ഫോട്ടോ എടുക്കുക. പട്ടായയിലെ റോഡുകളെല്ലാം നല്ല അടിപൊളിയാണ്. അത്യാവശ്യം 2 സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച റോഡുകളും കാണാം. അപ്പോൾ നമ്മൾ ഈ ഉൾവഴി കൂടെ പോയി പിന്നെയും മെയിൻ റോഡ് കയറി അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ടൈഗർ പാർക്ക് പട്ടായ. അവിടേക്കുള്ളൊരു എൻട്രി ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ടൈഗർ പാർക്ക് പട്ടായ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പട്ടായ ടൈഗർ പാർക്കിലാണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പട്ടായയിൽ ടൈഗർ പാർക്കിൽ ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം. 7-8 മാസമുള്ള കുഞ്ഞ ടൈഗേഴ്സ് തൊട്ട് വലിയ ടൈഗേഴ്സ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊരു എൻട്രി ടിക്കറ്റ് എടുത്ത് ഓരോ പുലിയുടെ സൈസിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം.
നമ്മൾ സ്വന്തം എടുക്കുന്ന ടൈപ്പ് ഉണ്ട്, ക്യാമറമാൻ എടുത്ത് തരേണ്ട പല പാക്കേജസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈഗറിൻ്റെ കേജിൻ്റെ ഉള്ളിൽ സഫാരി ഉണ്ട്, ഇലക്ട്രിക്കൽ സഫാരി ഉണ്ട്, നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സഫാരി ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊരു പുലിയുടെ ഒപ്പം പോയി ഒരു ഫോട്ടോ എടുത്താലോ? ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണിത്. ഇത്രയും വലിയൊരു പ്രിഡേറ്ററിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിന്ന് അതിനെ തൊട്ടും തലോടിയും ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് തന്നെയായിരുന്നു. അത് അവിടുത്തെ സ്റ്റാഫാണെങ്കിലും അത്ര ഹെൽപ്ഫുള്ളാണ്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ആ ടൈഗറിൻ്റെ സൈസ് നോക്കിയേ, ഒരു രക്ഷയില്ല. അതിൻ്റെ വാലൊക്കെ നമുക്ക് പിടിക്കാം. ഫ്രണ്ടിൽ തൊടാൻ പാടില്ല, ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് അഗ്രസീവ് ആവുമെന്നാണ് പറയണത്. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും ടൈഗറിൻ്റെ ഒപ്പമുള്ള ഫോട്ടോയും വീഡിയോസും എല്ലാവരും കണ്ടില്ലേ? അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്കിതിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ എന്തായാലും ചെയ്യണം. വലിയ ടൈഗർ അതിനെ നല്ല ശാന്തമായി മെരുക്കിയെടുത്തിരിക്കുകയാണ് ട്രെയിനേഴ്സ് എന്ന് പറയാൻ കട്ട സപ്പോർട്ടാണ്, ഒരു പ്രശ്നവുമില്ല. പക്ക സപ്പോർട്ട് ട്രെയിനേഴ്സാണ്. അവർ നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരും. നമുക്ക് ഫോട്ടോ എടുത്ത് തരും, വീഡിയോ എടുത്ത് തരും. പുലിനെ കൊണ്ട് അവർ അലർപ്പിക്കും. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പട്ടായ സഫാരി പാർക്ക്. ഓക്കെ, ഒക്കെ അടക്കണം നോക്കിയ ചെക്കൻ വായൊക്കെ തുറന്ന്. നിങ്ങൾക്ക് പറ്റുമോ ഇതുപോലെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുലിയുടെ എത്ര അടുത്ത് പോയി നിൽക്കാൻ? നമ്മുടെ മൃഗശാലയിലത്തെ പുലികളൊന്നും അത് വയസ്സായ പുലികളാണ്. തൃശ്ശൂരൊക്കെ വളരെ പരിതാപകരമാണ് പുലിയുടെ അവസ്ഥ. നല്ല വെയിലാണ് കേട്ടോ അവിടെ. സൺസ്ക്രീൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ടാൻ അടിച്ച എല്ലാവരും ഒരു വിധവും. നമുക്ക് ആ ടൈഗറിന് ഇപ്പോൾ ഫോട്ടോ എടുത്തുന്ന ട്രെയിനറെ പറ്റി എന്താ അഭിപ്രായം? ഇത്രയും കോപ്പറേഷനുള്ള സ്റ്റാഫ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം നമ്മൾക്ക് 10 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ള സമയം. പക്ഷേ ഈ 10 മിനിറ്റിനേക്കാളും മുന്നേ നമ്മൾ ഫോട്ടോ എടുത്ത് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറയും, നിങ്ങൾ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുത്തുതരാം, ഞാൻ വീഡിയോ എടുത്തുതരാം. ഇത് ആ പുലിനെ ആളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് എടുക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആളുകളുടെ, അതായത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെരുമാറ്റം തന്നെയാണ് ഇവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകം. കാരണം അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരലും അതുപോലെ നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ പെരുമാറുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ പരമാവധി ഈ സഫാരി പാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിത് തൊട്ടപ്പുറത്ത് വന്നപ്പോൾ വേറൊരാൾ ഉച്ച നീരാട്ടിലാണ്. ഹായ്, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്, മലയാളീസാണ്. മലയാളീസിനെ അറിയാത്ത പുലികളുണ്ടാവുമോ? മലയാളീസിനെ അറിയാത്ത പുലികളുണ്ടാവും ആശീർവാദ? എൻ്റെ അറിയില്ലല്ലേ. ആള് നമ്മളെ കണ്ടപ്പോൾ കുറച്ച് ഷോ ഇറക്കുകയാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷേ രസമാണ്. അയ്യോ, വീഴാൻ പോയി പാവം. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് നമുക്ക് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. പുലിനെ അടുത്ത് നിന്നിട്ട് ഇതാ ഒരാൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തിലാണ്. നമ്മൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ണു തുറന്ന് നോക്കിയിട്ട് വീണ്ടും ആൾ മയങ്ങി. ശല്യം ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ. നമ്മളിപ്പോൾ ഇതാ നല്ല തടിമാടന്മാരായ ടൈഗേഴ്സ് കിടക്കുന്ന കേജിൻ്റെ നടുക്കൂടെയാണ് നടക്കണത്. ഭയങ്കര ട്രെയിൻഡാണ് കേട്ടോ എല്ലാവരും. കാരണം ആളുകളെ കാണുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കുക, പ്രശ്നങ്ങളോ പേടിപ്പിക്കാൻ നോക്കുക, ഒരു പ്രശ്നമില്ല. ഭയങ്കര കൂളാണ്. ഇതിൽ പലരും പറയുന്നത് കേട്ടു വീഡിയോസിലും ഇതിലും ടൈഗേഴ്സിനെ അവർ ഡ്രഗ് ചെയ്ത് കിടത്തിയേക്കാണ്, അല്ലെങ്കിൽ ടൈഗേഴ്സിനെ അവർ ഭയങ്കരമായിട്ട് മയക്കി കിടത്തിയേക്കാണ്. അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. ആ ടൈഗർ വളരെ ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത ടൈഗർ പക്ക ഒരു അടിപൊളി ടൈഗർ തന്നെയായിരുന്നു അത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കിടക്കണ നോക്കിയ മുതല് കണ്ണിറുക്കി കാണിച്ചു ആള് നൈസായിട്ട്. ഇവിടെ ഒരു വാണിംഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ടൈഗർ അടക്കിയത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ടൈഗർ ഉണ്ട്. പിന്നെ അതുപോലെ കയ്യൊന്നും ഉള്ളിക്കിടരുത്. നോർമലി എല്ലാവർക്കും അറിയാം. എന്നാലും കുരുത്തക്കേട് കാണിക്കണ ചിലവര് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് പറയണത്. ഒരാള് റെസ്റ്റ് എടുക്കാണ്, രണ്ടാമത്തെ ആള് അവിടെ വൈബ് അടിച്ചോണ്ടിരിക്കണു. കാശ് പറഞ്ഞപ്പോ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയെങ്കിലും അത് വെർത്താണെന്ന് ആ ഫോട്ടോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. ഒരാൾക്ക് ഏകദേശം 690 ബാത്താണ് വലിയ ടൈഗറിന്റെ ഫോട്ടോ എടുക്കാൻ. 690 ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1500 രൂപ അടുത്തായി. എന്നാലും അത് ഒട്ടൊരു നഷ്ടമല്ല. മീൻസ് നമ്മുടെ അവിടെ നമ്മളൊരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുത്താലും നമുക്ക് ഇതുപോലെ പുലിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അപ്പം അത് ഓരോ എക്സ്പീരിയൻസുകളാണ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക.
കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവട്ടാ, കാരണം അവർക്ക് മീൻസ് ബിഗ് ടൈഗറിൻ്റെ ഒപ്പം എടുക്കണം എന്നല്ല ഞാൻ പറയണത്, ചെറിയ ചെറിയ ടൈഗേഴ്സ് ഉണ്ട്, അവരിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഇത് കറക്റ്റ് പട്ടായ ടൗണിൻ്റെ നടുക്കിൽ തന്നെയാണ്, പക്ഷേ നല്ല രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അധികം വെയിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കടുവകൾക്കായാലും അങ്ങനെ വേറെ ടെമ്പറേച്ചർ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ. ഇവിടെ പിന്നെ ടൈഗറിൻ്റെ കൂടെ എടുക്കാൻ മാത്രമേ നമുക്ക് ചിലവുള്ളൂ കേട്ടോ, കാശ് ചിലവ്. ഈ തത്തയുടെ കൂടെ എടുക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ. തത്തയുടെ ഒപ്പം ഫോട്ടോ എടുക്കൽ ഫ്രീ ആണ്, വീഡിയോ എടുക്കൽ ഫ്രീ ആണ്. സ്ഥലമുണ്ട്, ഇതാ നമുക്കിത് ഇവിടെ ഇരിക്കാം, നല്ല നല്ല ഫോട്ടോസുകൾ എടുക്കാം. തത്തോട് വർത്താനം പറഞ്ഞിരിക്കുക. എന്നാ ശരിയായിട്ട് ഇരിക്കും, ഞാൻ പോവാ. നമുക്കിനി കുറച്ച് ന്യൂ ബോൺ ടൈഗേഴ്സിന്റെ വിഷ്വൽസ് കാണാം. നല്ല രസമല്ലേ, ജസ്റ്റ് പൂച്ചക്കുട്ടികളുടെ പോലെ. കൊട്ടയിലെ ഡ്രസ്സൊക്കെയാണ്. അവര് നമുക്കൊരു ഹായ് തന്നാണ്. അതുപോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ടൈഗറിനെ പിടിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വൃത്തി കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കൈ എഴുതാം. അതുപോലെ നമ്മൾ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെയിനേഴ്സ് പറഞ്ഞു തരും, ടൈഗറിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും ടച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഫ്രണ്ടിലേക്ക് ടച്ച് ചെയ്യരുത് ഒരിക്കലും, അത് അവരെന്നെ ചിലപ്പോൾ അഗ്രസീവ് ആക്കും. അതുപോലെ ഫ്ലാഷ് യൂസ് ചെയ്യരുത്, നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഓടി കളിക്കരുത്, പുലിയുടെ മുമ്പിൽ വെച്ചിട്ട് എടുത്ത് പൊക്കാൻ നോക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. വിരലുകൊണ്ട് കളിക്കാൻ നിൽക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനേഴ്സ് പക്ക ഇതാണ്, ട്രെയിൻഡാണ്. അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ടൈഗേഴ്സിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ബാക്കി ഗ്രൂപ്പിലുള്ളവർ വരാൻ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എക്സ്പീരിയൻസ്? വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത സ്ഥലം ഏതാണ് നമ്മൾ പോകണം? അടുത്ത നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോണത്. അതിൻ്റെ വീഡിയോസ് കാണാം. തായ്ലൻഡ് പാക്കേജ് നമ്മൾ സാധാരണ വിടുമ്പോൾ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ, ഗ്രൂപ്പാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഗൈഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ പോണ പോലെ ഒരു ഗൈഡ് കൂടെ ഉണ്ടായിരിക്കും. കപ്പിളിനെയൊക്കെ വിടുന്ന സമയത്ത് നമ്മളിതാ ഇതുപോലെ ആ പോണതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, വണ്ടിയുടെ ആളാണ് വരുന്നവർക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പേര് വരാൻ കാരണം വെള്ളത്തിൽ ഉയർത്ത് പൊക്കി വെച്ചിട്ടിരിക്കുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ബോട്ടിൽ പോവാം, അല്ലെങ്കിൽ നടന്ന് നമുക്ക് പോവാം, ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള ബോട്ടിൻ്റെ എൻട്രി തന്നിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ പോവാം. നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ടൈപ്പ് ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട്. ഇവരുടെ മാംഗോ ഐസ്ക്രീം അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിങ്ങിന് പോവാണ്. ഒരു ബോട്ട് കൊണ്ടുവരുന്നുണ്ട്. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവാം, ജസ്റ്റ് വേറൊരു എക്സ്പീരിയൻസ് അത്ര ഉണ്ട്. നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിങ്ങിന് പോവാണ്. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വഞ്ചികളിൽ
വെച്ച് വിൽക്കുന്ന സാധനങ്ങൾ, അതുപോലെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കടകൾ, ഇതൊക്കെ ചേരുന്ന ഒരു സ്ഥലത്തിനാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണാം, വഞ്ചികളിലൊക്കെ ആയിട്ട് പല പല ഫുഡ് ഐറ്റംസ്, സോവനീർസ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു ചെറിയ സ്ട്രീമിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബോട്ടിൽ. നോർമലി നദികളുടെ സൈഡിലൊക്കെയാണ് കൂടുതൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ഉണ്ടാവുക. ഈ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. ഇതൊരു റിവറിനോട് ചേർന്നിട്ടുള്ള ഒന്നല്ല, ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് 2008 ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതായത് മാൻമേഡാണ്. 2008 ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ ഇത് പല ഫുഡ് ഐറ്റംസ്, അതുപോലെ പല പല സുവനീർസ്, ഇവരുടെ മസാജ് ക്രീമുകൾ, തായ്ലൻഡ് ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്, ടോയ്സ്, ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നമുക്ക് കാണാം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. മുതലേനെ വെച്ച് നോക്കി, മുതലയുടെ ഇറച്ചി തായ്ലൻഡിലത്തെ ഒരു ഫേമസ് ഐറ്റാണ്. ഇവിടെ അതിനെ കൊല്ലണോണ്ടോ ഇറച്ചി എടുക്കണോണ്ടൊന്നും പ്രശ്നമില്ല, നിയമപരമായ ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊന്നും പറ്റില്ല. പല പല ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമുക്ക് ബോട്ട് വേണ്ടവർക്ക് ബോട്ട് എടുത്ത് ഇതുപോലെ പോവാം. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ബോട്ടിൽ പോയിട്ട് ബാക്കി നമുക്ക് തിരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വരാം. ഇനിയിപ്പോൾ അതല്ല ബോട്ട് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് നടന്നും ഈ സ്ഥലം മുഴുവൻ കാണാം. അത്യാവശ്യം ഏരിയ ഉണ്ട് ഇത് മൊത്തത്തിൽ. അപ്പോൾ ഒരുപാട് നടന്നു പോയി വരുമ്പോൾ ക്ഷീണിക്കും. അതുകൊണ്ടാണ് എല്ലാവരും ബോട്ട് ചൂസ് ചെയ്യണത്. ഇവിടെ നിന്ന് എൻഡ് വരെ ബോട്ടിൽ പോവാം, തിരിച്ചിങ്ങോട്ട് നടന്നു വരാം. അപ്പോൾ ബോട്ടിൽ പോണ വഴിയിൽ തന്നെ അതായത് ഇതുപോലെ ഓരോ കച്ചവടക്കാർ തുഴഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി ബോട്ടിൽ ഇറങ്ങി തിരിച്ച് എൻട്രിയുടെ അവിടേക്ക് ഷോപ്പുകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. തായ്ലൻഡിലെ കരിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അമ്മോ സൂപ്പർ സാധനം കേട്ടോ. കുടിച്ചിട്ട് വരാം. തായ്ലൻഡിൽ നിന്ന് ഒരു കരിക്ക് കുടിച്ചു. എന്താ സാധനം, അടിപൊളി. അവരത് കട്ട് ചെയ്ത് തന്നിക്കണ ഒരു ടെക്സ്ചർ നോക്കിയേ, സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഭയങ്കര മധുരവും നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ നാട്ടിലത്തെ കാട്ടിയും വളരെ ഡിഫറെൻ്റ് ഒരു ടേസ്റ്റാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. തായ്ലൻഡിലെ ഒരു പ്രധാനപ്പെട്ട സ്വീറ്റ് വിഭവമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല അടിപൊളി മാങ്ങയും പിന്നെ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസും കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. നാളികേരപ്പാലാണ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കണത്. No, 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 no. 50 ബാത്താണ് വരുന്നത്.
തായ്ലൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു ഭക്ഷണം ട്രൈ ചെയ്യും. പറഞ്ഞത് കേട്ടിടത്തോളം അത്ര ഒരു ഹൈപ്പ് വിചാരിച്ചൊരു സാധനമായിരുന്നു, പക്ഷേ ഇറ്റ്സ് റിയലി ഓസം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ. കുറച്ച് റൈസും കൂടി കഴിച്ച് നോക്കാം. കുറച്ചധികം എടുത്തു. ഉള്ള ഒരു വെറൈറ്റി റൈസ്, ഒരു നെയ്ച്ചോറിൻ്റെ ഫീൽ ഉണ്ട് ചെറുതായിട്ട്. മീൻസ് കുറച്ചൊരു ഓയിലി ആയിട്ടുള്ള റൈസ്. പക്ഷെ മാംഗോ ഒരു രക്ഷയില്ല. പുലർച്ചെയുള്ള ഫ്ലൈറ്റും അതുപോലെ വെയിലത്തുള്ള യാത്രയൊക്കെ കാരണം നൈസായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നമ്മളിപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡിലെ ബുദ്ധ ടെമ്പിൾ, ഒരു മലയുടെ മുകളിലാണ്. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഈ കാണുന്നതാണ് പട്ടായയിലെ ബുദ്ധ ടെമ്പിൾ, ബിഗ് ബുദ്ധ ടെമ്പിൾ. ഇവിടേക്കുള്ള ഒരു എൻട്രൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, വലിയൊരു ഡ്രാഗൻ്റെ ഷേപ്പിലാണ് ഈ വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കയറി ചെല്ലുമ്പോൾ ബുദ്ധ സ്റ്റാച്യു. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് പട്ടായയിലെ ബിഗ് ബുദ്ധ സ്റ്റാച്യു. തായ്ലൻഡിൽ ബുദ്ധ മതം വളരെയധികം ശക്തമായതിനാലും ബുദ്ധന്മാരുടെ ഒരുപാട് സ്റ്റാച്യു, ടെമ്പിൾസ് അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. ബാങ്കോക്കിലും പട്ടായയിലുമായി നിരവധി ബുദ്ധക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിലെ പട്ടായയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലസ് ടെമ്പിളാണ് ബുദ്ധ സ്റ്റാച്യു, ബിഗ് ബുദ്ധ സ്റ്റാച്യു. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രതിമകളും അവരുടെ ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം കാണാം. പൈസ ദക്ഷിണ വയ്ക്കുന്നവർക്ക് ദക്ഷിണ ഇടാം. ഇവിടെ ഒരു അലങ്കാരങ്ങൾ വെച്ചേക്കുന്നത് തന്നെ നോക്കൂ, തായ് ബാത്ത് കൊണ്ടാണ്, പൈസ കൊണ്ടാണ്. ആൾക്കാർ കൊടുക്കുന്ന കാണിക്ക് ഇങ്ങനെ ശൂലത്തിൽ കുത്തി പൈസ വെച്ച് ഇതിൽ കുത്തി വയ്ക്കും. ഓരോരോ ട്രഡീഷൻസ്. പിന്നെ ഇവിടെ സോവനീർസ് വാങ്ങാൻ പറ്റിയ ഷോപ്സ് ഉണ്ട്. ഓരോരുത്തർക്ക് വഴിപാടുകൾ ചെയ്യാം, മാല, വിളക്ക്, അങ്ങനെ ഓരോ സംഭവങ്ങൾ. നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ബസ് നോക്കിയേ, ഇതിനെ ലക്ഷറി കോച്ച് എന്നാണ് ഇവിടെ വിളിക്കുക. ഡബിൾ ഡെക്കർ ടൈപ്പാണ്, സ്ലീപ്പർ പ്ലസ് സീറ്റിങ്, അത്യാവശ്യം ലൈറ്റും വർക്കും അതുപോലെ ഡിസൈനൊക്കെ ഉള്ള വണ്ടിയാണ്. ആഹാ, ഒരു രക്ഷയില്ല, എന്ത് ഭംഗി നോക്കിയത് കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ വരും കാലങ്ങളിൽ ഇങ്ങനത്തെ വണ്ടികൾ അത്യാവശ്യം ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. നല്ലൊരു അടിപൊളി ബസ് തന്നെയാണ്. ഫസ്റ്റ് ഡേ ലാസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പട്ടായ വ്യൂ പോയിന്റ്. ഇതൊരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പട്ടായ സിറ്റിയുടെ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം കടൽ കാണുന്നത്. ഇതിൻ്റെ പക്ക വ്യൂ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലായിട്ടൊരു FM സ്റ്റേഷൻ ഉണ്ട്. ഹൈറ്റ് കൂടുതലായ സ്ഥലം കൊണ്ട് ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇതാ. അപ്പോൾ ഈ ഒരു സിറ്റിക്ക് മൊത്തം ഈ FM ട്രാൻസ്മിഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നിന്നുള്ള പട്ടായ സിറ്റിയുടെ വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ. ചെറിയ മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് ആകെ ഡിമ്മായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈവനിങ് ആയ ഓൾറെഡി. ഇപ്പോൾ നമുക്ക് 6 o'clock അതിൻ്റെ ഏകദേശം ടൈം. ഒരു ബിൽഡിങ് പണി തീരാതെ അബാൻഡൻ ചെയ്ത പോലെ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ കാണുന്നത് പട്ടായ സിറ്റിയാണ്. നമ്മുടെ ഹോട്ടലൊക്കെ ഏകദേശം ആ ഭാഗത്തായിട്ട് വരും. പട്ടായ ബീച്ചാണ് കാണുന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ക്രൂസ് ഷിപ്പുകളും അതുപോലെ ഷിപ്പിംഗ് ബോട്ടുകളും എല്ലാം ഉണ്ട്. അടിപൊളി ഒരു വ്യൂ ആണ്. നമുക്കൊരു എൻ്റയർ സിറ്റിയുടെ ഒരു വ്യൂ നോക്കും നിങ്ങൾ.
അപ്പം നാളെ നമ്മൾ ഇനി കോറൽ ഐലൻഡ് പട്ടായയിലേക്കാണ് പോകുന്നത്. അത് ബോട്ടിൽ നമുക്ക് പോകണം. ആ ബോട്ടുകൾ നമ്മുടെ ഈ ബീച്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ബോട്ടിൽ പോയിട്ടാണ് കോറൽ ഐലൻഡ് പട്ടായ. അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡേ പട്ടായ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പട്ടായ ബീച്ച്. ഈ ബീച്ചിൻ്റെ റോഡ് എൻഡ് ചെയ്യുന്നിടത്താണ് വാക്കിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ വിഷ്വൽസൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.